ഗുഡ് മോർണിംഗ് ആൾ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതുതായിട്ടൊരു കാര്യം പഠിക്കുകയാണ്. പുതിയൊരു വേർഡിൻ്റെ യൂസേജ് പഠിച്ചു തുടങ്ങുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണ് ബീയിങ്. അതിന് പല തരത്തിലുള്ള യൂസേജ് ഉണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ പാസീവ് ഫോമായിട്ട് എങ്ങനെ ബീയിങ് ഉപയോഗിക്കുമെന്നാണ്. അതായത് ആക്ച്വലി ഇത് പാസീവ് ടെൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിൾ സെന്റൻസ് നോക്കാം. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും സ്ക്രീനിൽ. ഡിന്നർ ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ മൈ മദർ. ദ റൂഫ് ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ സംവൺ. ദ ബീച്ച് ഈസ് ബീയിങ് ക്ലീൻഡ് ബൈ വർക്കേഴ്സ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആക്ച്വലി നമ്മൾ മുമ്പൊരു വീഡിയോയിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണും, നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഷീ ഈസ് റീഡിങ്, അവൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് വെർബ് പ്ലസ് INC. ഇപ്പോൾ ഉദാഹരണത്തിന് ഷീ ഈസ് റീഡിങ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേപോലെ അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയും? മദർ ഈസ് കുക്കിംഗ് ദ ഡിന്നർ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അമ്മ ഇപ്പോൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ വീഡിയോ എടുത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഉപയോഗിക്കുക, ഓൺ ദ സ്പോട്ട്. ഇപ്പോൾ അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന സമയത്ത് അടുക്കളയിൽ. അതൊരു യൂസേജ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? മദർ ഈസ് കുക്കിംഗ് ദ ഡിന്നർ. ഇതേ കാര്യം പാസീവിൽ എങ്ങനെ പറയാം? ഡിന്നർ അമ്മയാൽ പാചകം ചെയ്യപ്പെടുന്നു എന്ന് പറയില്ലേ, തിരിച്ചു പറയില്ലേ. നമ്മൾ ആക്ച്വലി പറയും മലയാളത്തിൽ പാസീവ് അങ്ങനെ യൂസേജ് ആയിട്ട് ഇല്ല എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതേ കാര്യം തിരിച്ചെഴുതിയത്, മദർ ഈസ് കുക്കിംഗ് ദ ഡിന്നർ, തിരിച്ചെഴുതിയതാണ് ഡിന്നർ ഈസ് ബീയിങ് കുക്ക്ഡ് ബൈ മൈ മദർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് ബീയിങ് ഉപയോഗിക്കുന്നത്? ആദ്യം നമ്മൾ ഈ സബ്ജക്റ്റ്, അതായത് നിങ്ങൾ ഈ പറയുന്ന ഈ ഡിന്നർ ആണല്ലോ സബ്ജക്റ്റ്. ആ ഡിന്നർ എന്തായിട്ട് വരും? ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ നിങ്ങൾ നോക്കിയാൽ കാണും, ഒന്നിലെ ഒബ്ജക്റ്റ് മറ്റേതിൽ സബ്ജക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം സബ്ജക്റ്റ്, അതായത് ഒബ്ജക്റ്റ് ആയിട്ട് മാറിയ സബ്ജക്റ്റ് പറയും. അത് കഴിഞ്ഞിട്ട് ഈസ് ആം ആർ, അക്കോർഡിംഗ് ടു വേർബ്. അത് ഐ ആണോ ബി ആണോ? ഐ ആണെങ്കിൽ ഐ ആം, അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഐ ആം ബീയിങ്, ഷീ ഈസ് ബീയിങ്, ഹീ ഈസ് ബീയിങ്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് കഴിഞ്ഞ് ഉടനെ ബീയിങ് പറയാം. ബീയിങ് പ്ലസ് V3 ഫോം ഓഫ് വേർബ്. V3 ഫോം അറിയാത്തവർ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിക്കാണോ. V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് വേർബ്, V3 ഫോം. അതായത് ഡിന്നർ ഈസ് ബീയിങ് കുക്ക്ഡ് തന്നെ പറയണം. കുക്കിംഗ്നോ കുക്സ്നോ ഒന്നും പറയരുത്. അപ്പോൾ മദർ ഈസ് കുക്കിംഗ് ദ ഡിന്നർ, അമ്മ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭക്ഷണം അമ്മയാൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെ ഡിന്നർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയണം. ഡിന്നർ, അപ്പോൾ നിങ്ങൾ പോവല്ല, ഡിന്നർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഡിന്നർ ഈസ് ബീയിങ് കുക്ക്ഡ്. ഇനി ഇതേ കാര്യം ഇവിടെ നോക്കൂ. ദ റൂഫ് ഈസ് ബീയിങ് റിപ്പയർഡ്. ഇത് എന്താണ്? ഇപ്പോൾ ഒരു രാജു ആരോങ്കോ ആണ്. രാജു ഈസ്, നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് രാജു ഈസ് റിപ്പയറിങ് ദ റൂഫ് എന്ന കാര്യത്തിൽ തിരിച്ചെഴുതിയതാണ് എന്ത്? ദ റൂഫ് ഈസ് ബീയിങ് റിപ്പയർഡ്. വേണമെങ്കിൽ നമുക്ക് അറ്റ് ലാസ്റ്റ് ബൈ രാജു, ആരാണോ ചെയ്തത് അവരുടെ പേര് കൊടുക്കാം. അപ്പോൾ ഒരാൾ റൂഫിൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാം? പ്ലീസ് മൂവ് എ ബിറ്റ് ബിക്കോസ് ദ റൂഫ് ഈസ് ബീയിങ് റിപ്പയർഡ്. റൂഫ് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോ എന്നെ പിന്തുടരുന്നു എങ്ങനെ പറയാ? സംപടി. അതായത് നമ്മൾ കണ്ടിന്യൂസിൽ ആരോ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസിൽ സംബഡിയുടെ കൂടെ ഈസ് ആണ്, അതിൻ്റെ കൂടെ IN ചേർത്ത വേർബ്. സംബഡി ഈസ് ഫോളോയിങ് മീ. ഇതേ കാര്യം നമ്മൾ തിരിച്ചു പറയുന്നു. ഞാൻ ആരോ ഒരാളാൽ പിന്തുടരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെ പിന്തുടരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ, തിരിച്ചു പറയാൻ നമ്മൾ എന്ത് പറയും? ഐ ആം ബീയിങ് ഫോളോഡ് ബൈ സംബഡി. ഐ ആം ബീയിങ് ഫോളോഡ് ബൈ സംബഡി. രണ്ടും അർത്ഥം ഒന്നാണോ? അതെ. ആരോ എന്നെ പിന്തുടരുന്നു, ഞാൻ പിന്തുടരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചും മറിച്ചും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ ആം ബീയിങ് ഫോളോഡ് ബൈ സംബഡി. ഇപ്പോൾ ശ്യാം കമ്പ്യൂട്ടർ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം നമ്മൾ? ശ്യാം ഈസ് റിപ്പയറിങ് പറയാം. റിപ്പയറിങ് ദ
കമ്പ്യൂട്ടർ അല്ലേ. ശ്യാം ഈസ് റിപ്പയറിങ് ദ കമ്പ്യൂട്ടർ. അതേ കാര്യം. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് വെർബ് പ്ലസ് ഐ എൻ ജി. അത് നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിക്കോളൂ. തിരിച്ചു പറയാണ്, കമ്പ്യൂട്ടർ ശ്യാമിനാൽ നന്നാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ഈസ് ബീയിങ് റിപ്പയർഡ്. കമ്പ്യൂട്ടർ ഈസ് ബീയിങ് റിപ്പയർഡ് ബൈ ശ്യാം. കോച്ച് ടീമിനെ അഭിനന്ദിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് പറയാം? അപ്പോൾ എങ്ങനെയാ പറയാ? അഭിനന്ദിക്കുന്നതിന് എന്താ പറയാ? കൺഗ്രാജുലേറ്റ് എന്നാണല്ലോ. കോച്ച് ഈസ് കൺഗ്രാജുലേറ്റിംഗ് ദ ടീം. കഴിഞ്ഞു. ഇതേ കാര്യം ടീം കോഴ്സിനാണല്ലേ, കോച്ചിനാൽ അഭിനന്ദിക്കപ്പെടുന്നു എന്ന് എങ്ങനെ പറയും? അതേ കാര്യം നമ്മൾ തിരിച്ചു പറയാൻ നോക്കൂ. ദ ടീം ഈസ് ബീയിങ് കൺഗ്രാജുലേറ്റഡ്. അപ്പം എന്താ നമ്മൾ തിരിച്ചു പറയാൻ ചെയ്യുന്നത്? ബീയിങ്ങിൻ്റെ കൂടെ ഈസ് പ്ലസ് ഈസ് ആം ആർ ബീയിങ് പ്ലസ് V3 ഫോം. ദ ടീം ആദ്യത്തേതിൽ നേരെ പറയുന്നതിനാണെങ്കിൽ ING ഫോം, തിരിച്ചാണെങ്കിൽ ഈസ് ബീയിങ് V3 ഫോം. ദ ടീം ഈസ് ബീയിങ് കൺഗ്രാജുലേറ്റഡ് ബൈ കോച്ച്. ഇനി നമ്മൾ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയാനും നമ്മൾ പാസീവ് ഉപയോഗിക്കും. ഞാൻ ഉടനെ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു. അതായത് ഫ്യൂച്ചർ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്നില്ല. നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് അത് പറയാനും നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കും. അതിന് ഐ ആം പബ്ലിഷിങ് മൈ ബുക്ക് സൂൺ എന്ന് പറയാം. തിരിച്ചെങ്ങനെ പറയും? പുസ്തകം ഉടനെ പബ്ലിഷ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തായിരിക്കും? ദ ബുക്ക് ഈസ് ബീയിങ് പബ്ലിഷ്ഡ് സൂൺ. ആക്ച്വലി രണ്ടും ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. പുസ്തകം, പക്ഷെ ഇവിടെ ഒന്നാമത്തെ സബ്ജക്റ്റ് ഉണ്ടാവും, രണ്ടാമത്തെ സബ്ജക്റ്റ് വേണമെന്നില്ല. ദ ബുക്ക് ഈസ് ബീയിങ് പബ്ലിഷ്ഡ് ബൈ മീന്നോ ബൈ സംവൺ സൂൺ എന്ന് പറയാം. അത് നിർബന്ധമില്ല. ദ ബുക്ക് ഈസ് ബീയിങ്, ആരാണ് ചെയ്യുന്നത് എന്നത് പാസീവിൽ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷെ നമ്മൾ ആക്റ്റീവ്, അത് ഞാൻ ഉടനെ എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു, ഐ ആം പബ്ലിഷിങ് മൈ ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ തിരിച്ചിട്ട് ദ ബുക്ക് ഈസ് ബീയിങ് പബ്ലിഷ്ഡ് സൂൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്ന ആളെ കാര്യം പറയണമെന്നില്ല. ആ ഒരു ക്രിയ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ നാളെ മാനേജർക്ക് റിപ്പോർട്ട് നൽകുകയാണ്. അത് നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ഫ്യൂച്ചറിൽ പറയാൻ ഐ ആം ഗിവിങ് ദ റിപ്പോർട്ട് ടു മൈ മാനേജർ എന്ന് പറയാം. ഇനി റിപ്പോർട്ട് നാളെ മാനേജർക്ക് നൽകപ്പെടുന്നു എന്ന് പറയാൻ ദ റിപ്പോർട്ട് ഈസ് ബീയിങ് ഗിവൺ ടു ദി മാനേജർ. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം ചെയ്യപ്പെടുന്നു, നൽകപ്പെടുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ ഈസ് ബീയിങ് പ്ലസ് V3 ഫോം. നേരെ, അതായത് ചെയ്യുന്ന ആൾ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ നേരെ ഐ ആം ഗിവിങ്. ചെയ്യപ്പെട്ട ആൾ വെച്ചിട്ടാണ്, ചെയ്യപ്പെട്ട കാര്യം വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ദ റിപ്പോർട്ട് ഈസ് ബീയിങ് ഗിവൺ. ഈ രീതിയിലാണ് നമ്മൾ നമുക്ക് കുറച്ചുകൂടി ട്രാൻസ്ലേഷൻ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇന്നിപ്പോൾ ഈ ക്ലാസ് നിർത്തുവാണേ. താങ്ക് യു.